ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 12 സീറ്റുകളിൽ വരെ വിജയസാധ്യതയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളും വയനാടും ഒഴികെ മലബാറിലെ എല്ലാ സീറ്റുകളും ലഭിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 10 CPMൻ്റെയും 2 CPIയുടെയും സീറ്റുകളാണ്. അതേസമയം സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലും മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന കോട്ടയവും നഷ്ടമായേക്കുമെന്നും പാർട്ടി വിലയിരുത്തി. ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശ്ശൂർ, പാലക്കാട്, ആലത്തൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് LDF വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങൾ. ഇതിൽ ആലത്തൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവയാണ് ഉറച്ച വിജയസാധ്യത കാണുന്ന 4 മണ്ഡലങ്ങൾ. ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ കണക്കിലെടുത്താൽ കൊല്ലത്തും ആലപ്പുഴയിലുമടക്കം LDF ജയിക്കും. ഈ കണക്കുകൾ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടത്തിയ പ്രചാരണം ഗുണം ചെയ്തുവെന്നും ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി ലഭിച്ചുവെന്നുമാണ് പാർട്ടി വിലയിരുത്തുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് LDFന് ദോഷമാകില്ല. ഭരണവിരുദ്ധ വികാരം കാര്യമായി ഉണ്ടായിട്ടില്ല. 2019 പോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മൂലം UDF അനുകൂല തരംഗവുമില്ല. മണ്ഡലങ്ങളിൽ നിന്ന് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള സാധ്യതാ കണക്കെടുപ്പ് ക്രോഡീകരിച്ചുള്ള വിലയിരുത്തൽ പൂർത്തിയായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം 2 അക്കമുണ്ടായില്ലെങ്കിലും 4 മണ്ഡലങ്ങൾ ഉറപ്പായും ലഭിക്കുമെന്നാണ് CPMഉം ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായിരുന്നു. പക്ഷേ യോഗത്തിൽ വോട്ടെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നത് ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് ദിവസം ജാവ്ദേക്കറുമായി താൻ കണ്ടിരുന്നു എന്നും രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും ജയരാജൻ നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു.